അപ്പോൾ നമ്മൾ കാത്തിരുന്ന കുവൈത്തിലെ വംദ് സർവീസ് നമ്മളുടെ CD ആപ്പിലും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ CD അക്കൗണ്ടിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇനേബിൾ ആക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ CD ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു CD ആപ്പ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു സർവീസ് ലഭ്യമാകും. അപ്പോൾ ഇവിടെ നമ്മൾ വംദ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യുക. അതിനായിട്ട് നമ്മളിവിടെ രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അക്കൗണ്ടുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഫസ്റ്റ് കളിയത്തിൻ്റെ വരും. അത് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. നമ്മൾ ബ്രാഞ്ച് വഴി മാത്രമാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നേരെ താഴെ വരിക. നേരെ താഴെ വന്നതിന് ശേഷം ഐ ആക്സെപ്റ്റ് ദ സർവീസ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കോളത്തിലൊന്ന് ടിക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക. ആ OTP അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ വെരിഫൈ എന്ന് പറയുന്ന ഒരു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ വംദ് സർവീസ് ഇവിടെ നമുക്ക് സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്കൊരു SMS വരും. അതുപോലെ തന്നെ ഇവിടെ സക്സസ് എന്ന് കാണിക്കും. യു ഹാവ് രജിസ്റ്റേർഡ് വിത്ത് വംദ് സക്സസ്ഫുള്ളി. യൂസേഴ്സ് ക്യാൻ നൗ റിക്വസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ മണി യൂസിങ് യുവർ ഫോൺ നമ്പർ. നമ്മുടെ നാട്ടിലുള്ള ഗൂഗിൾ പേ പോലത്തെ ഒരു സർവീസാണ് ഇവിടെ വന്ന് മറ്റുള്ള അക്കൗണ്ടിലേക്ക് ഒരുപാടായി വന്നിട്ട്. അപ്പോൾ ഇത്രയും കാലമായിട്ട് നമ്മളൊക്കെ ഈ ഒരു സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ വംദ് സർവീസ് ആക്ടിവേറ്റ് ആക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടും അതുപോലെ തന്നെ കോൾ ചെയ്തിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. സിദ്ധി ഈസി ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ നമ്മളുടെ ഈ ഒരു ആപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട സമയത്ത് അറിയാൻ സാധിച്ചത് അത് ഫുള്ളി അപ്ഡേഷൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ വർക്ക് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അതിന് എന്തൊക്കെ സംഭവങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എങ്ങനെയാണ് അത് കിട്ടുന്നത് എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കുറേ ഓപ്ഷൻസൊക്കെ ഇതിൽ ഇനേബിളായി വന്നിട്ടുണ്ട് എങ്കിൽ കൂടി നമുക്ക് ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. അത് പബ്ലിഷ് അവരാക്കിയിട്ടില്ല. ജസ്റ്റ് അവർ ഒരു ട്രയലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇത് ഡിറ്റക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിച്ചത് ചിലപ്പോൾ 1-2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ആയിട്ട് ഇത് ഫുള്ളി ആയിട്ട് റിലീസാകുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു 300 ദിനാർ ഫിനാൻസ് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് നൗ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാലറി അടിച്ചു കൊടുക്കുക. ശേഷം സെലക്ട് പർപ്പസ് കൊടുക്കുക. നമ്മുടെ സാലറി ഒരു 200 KD ആണെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. സെലക്ട് പർപ്പസ് ഇവിടെ നമ്മളിത് എന്താണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ അങ്ങനത്തെ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ക്യാഷായിട്ട് ലഭ്യമാകുമോ അല്ല നമുക്ക് ഇത്തരത്തിൽ ഇലക്ട്രോണിക്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ മാത്രമാണോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മളിവിടെ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് ഐ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്യാഷാണ് വേണ്ടത് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകും. അത് നമ്മൾ ഒരു 300 KD സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 9 മാസമാണ് അതിൻ്റെ ടോട്ടൽ കാലാവധി. അത് 8 മാസം 7 മാസം എത്ര വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മാക്സിമം വരുന്നത് 9 മാസമാണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 9 മാസം മന്ത്ലി അടക്കേണ്ട ആ ഒരു EMI കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ 10 KD ചില്ലറയാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ ഗെറ്റ് ഫിനാൻസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുവൈത്ത് മൊബൈൽ ID ഓതൻറ്റിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ആപ്പ് ക്രാഷ് ആവും. അപ്പോൾ ആപ്പ് ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫുള്ളി ക്ലിയർ ആയി കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്കതിൻ്റെ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് ഇത് അവൈലബിൾ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാനായിട്ട് കാരണം.